തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയും കാണാം, അല്ലാതെ കണ്ടാൽ എങ്ങനെയും കാണാം. ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റോ കേരള എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ തിയേറ്ററിൽ തന്നെ ആ സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം. 2 മണിക്കൂർ ചടപടയെന്ന് പോവും. ഗഗനചാരി എന്ന് പറയുന്ന മൂവി നിങ്ങൾ ഇപ്പോഴത്തെ ഒരു മോളിവുഡ് ഇൻഡസ്ട്രി പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അതായത് നമ്മൾ എന്തും പരീക്ഷിക്കും ഇൻ്റർനാഷണൽ മൂവീസിനകത്ത്. ആ കൂട്ടത്തിലെ ഒരു മൂവിയാണ്, ഒരു മോക്യുമെൻ്ററി മൂവിയിലെ ആദ്യത്തെ മലയാളത്തിലെ എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. ബട്ട് ഒരു വിധത്തിലും അതിൻ്റെ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിനോ അതിൻ്റെ എക്സിക്യൂഷൻ അതൊന്നും ബാധിച്ചിട്ടില്ല. ആ ഫിലിം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് വളരെ രസമായിട്ടാണ്. പിന്നെ മലയാളികളെ സംബന്ധിച്ച് ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള ഫണ്ണി എലമെൻറ്റ്സ്, ഇന്നത്തെ ഒരു സോഷ്യൽ സെറ്റ് ഇറക്കാനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. എൻ്റെ സ്ക്രിപ്റ്റിംഗ് ആൻഡ് ഡെഫിനറ്റ്ലി എൻ്റെ ഡയറക്ഷൻ, ഒരു ഹാറ്റ്സ് ഓഫ് ടു അരുൺ ചന്തു ആൻഡ് എല്ലാ ക്യാരക്ടേഴ്സും, ഗോകുലാണെങ്കിലും അനാർക്കലി ആണെങ്കിലും ഗണേഷ് കുമാർ സാറാണെങ്കിലും അജിത് ചേട്ടനാണെങ്കിലും എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു എന്താ പറയണ്ടേ, നമ്മളൊരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റോ കേരള എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ തിയേറ്ററിൽ തന്നെ ആ സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ സിനിമ എന്താണെന്ന് മനസ്സിലാക്കി ഇൻവോൾവ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്ററിൽ. അടിപൊളി പടമാണ്. എന്ത് പറയാന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ കാണുന്ന ഒരു ഇതുണ്ടല്ലോ, എന്താണ് ഓൺലൈനിൽ നമുക്ക് ഇന്നൊരു ബസ്സുണ്ട്. മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് മലയാളത്തിൽ ഇങ്ങനെ സിനിമകൾ വരുന്നുണ്ട്, അത് ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നവർ വന്ന് കാണണം. അതാണ് ഫസ്റ്റ് പറയാനുള്ളത്, വന്ന് കാണണം. കാര്യം ഇതിൽ ഓരോ ഡയലോഗ്സ്, സിറ്റുവേഷൻസ്, സീൻസും അത്ര നന്നായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓരോ ഡയലോഗ്സിനും അതിൻ്റേതായ പല തലങ്ങളുണ്ട്. ജസ്റ്റ് ഡയലോഗ് പറഞ്ഞു പോകുന്നതിന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയും കാണാം, അല്ലാതെ കണ്ടാൽ എങ്ങനെയും കാണാം. പിന്നെ VFX വർക്ക് അടിപൊളിയാണ്, ഡയലോഗ്സ് അടിപൊളിയാണ്. പിന്നെ മെയിൻ റോൾ ചെയ്ത 3 പേര് അടിപൊളി. പടം ഭയങ്കര ഹ്യൂമറായിരുന്നു. ഒരു 2 മണിക്കൂർ പോയത് നമ്മൾ അറിയത്തില്ല. ഭയങ്കര രസമായിരുന്നു. പിന്നെ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സയൻസ് ഫിക്ഷൻ മലയാളത്തിൽ വരുന്നത്. മേ ബി വൺ ഓഫ് ദ ഫസ്റ്റ് ആയിരിക്കും. അപ്പം ഭയങ്കര റൂട്ടഡാണ്, കേരള ജോഗ്രഫിക്കലി റൂട്ടഡാണ്, കൾച്ചറലി റൂട്ടഡാണ്. നമുക്ക് ഭയങ്കര രസകരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ഭയങ്കര വിറ്റിയാണ്. പിന്നെന്താണ്, കറക്റ്റ് ഹ്യൂമറും പാട്ടും എല്ലാം കറക്റ്റ് പ്ലേസ്ഡാണ്. 2 മണിക്കൂർ ചടപടയെന്ന് പോവും. എല്ലാവരും ഒരുപോലെയാണ്. അങ്ങനെ എന്താ ഇത് എനിക്ക് തോന്നുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയൊരു ലൊക്കേഷനിൽ നടക്കുന്ന ഒരു കഥയാണ്. വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളൊരു എക്കോസിസ്റ്റത്തിൽ നടക്കുന്ന കഥയാണ്. അപ്പം അവിടെ ആ കഥ കൺവിൻസിങ് ആവണമെങ്കിൽ ആ ക്യാരക്ടർ പുള്ളിയുന്ന ആൾക്കാർ അത്രയും മികച്ച രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് പുള്ളാവത്തുള്ളൂ. സോ അഭിനയം ഭയങ്കര രസമായിരുന്നു.